Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ മസ്റ്റ് ഹാവ്സ് ആണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് ഒതുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് നമുക്ക് അങ്ങോട്ട് ആവശ്യം വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ ആഷ് ഫാം കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് ഒത്തിരി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ബിക്കോസ് എന്നെ ശരിക്കും ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യണ കുറേ സാധനത്തിൻ്റെ ഓണസ്റ്റ് റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഓണസ്റ്റ് സജഷൻ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോനകത്ത് പറയാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് മസ്റ്റ് ഹാവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം തന്നെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ന്യൂ അണ്ടീസ് അല്ലെങ്കിൽ ന്യൂ അണ്ടർവെയർസ്. നമുക്ക് ഒബ്വിയസ്ലി നമ്മളുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് നമുക്ക് നമ്മളുടെ പാൻറ്റീസിലാണെങ്കിലും അല്ലെങ്കിൽ ബ്രാസിലാണെങ്കിലും ഒക്കെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് വരും. അതായത് സൈസിൽ നമുക്ക് വിസിബിൾ ആയിട്ട് ചേഞ്ച് വരും. നമുക്ക് എന്തായാലും നമുക്ക് നെക്സ്റ്റ് സൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മളുടെ കയ്യിലുള്ള അണ്ടർവെയർസും ബ്രാസും ഒക്കെ വെച്ച് നമുക്ക് ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രാസ് സൈസിൽ വ്യത്യാസം വരും, നമ്മളുടെ പാൻറ്റീസിൻ്റെ സൈസിൽ വ്യത്യാസം വരും. ബിക്കോസ് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ ആ ഒരു പെൽവിക് ബോൺ, ആ ഒരു ഹിപ്പ് ബോണിൻ്റെ ഒക്കെ അവിടെയായിട്ട് നമുക്ക് കുറച്ച് നമ്മളുടെ ബോഡി ബ്രോഡൻ ആകും. ആൻഡ് ഓൾസോ ബ്രാ സൈസ് നെക്സ്റ്റിലേക്ക് മാറും. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഫസ്റ്റ് വേണ്ടത് പുതിയ പെയറല്ല, കുറച്ച് സെറ്റ് ഓഫ് ബ്രാസ് ആൻഡ് പാൻറ്റീസ് ആണ്. ആൻഡ് ഞാൻ എൻ്റെ ആമസോൺ ഹോളിൻ്റെ അകത്ത് ഞാൻ മെറ്റേണിറ്റി പാൻറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റേണിറ്റി പാൻറ്റീസ് എനിക്കിപ്പോഴും അത്ര ലൂസ് മാതിരിയാണ് തോന്നണേ. അപ്പോൾ ഐ തിങ്ക് നമുക്കൊരു വിസിബിൾ ആയിട്ട് നമ്മളുടെ ഒരു സ്റ്റമക്ക്, നമ്മളുടെ ഒരു ടമ്മി വലുതായി വരുമ്പോഴേ നമുക്ക് ആ ഒരു മെറ്റേണിറ്റി പാൻറ്റീസിൻ്റെ ആവശ്യമുള്ളൂ. സേ ലൈക്ക് ഒരു 6th month ഓൺവേർഡ്സ് നമുക്ക് മെറ്റേണിറ്റി പാൻറ്റീസ് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പാൻറ്റീസിൻ്റെ നെക്സ്റ്റ് സൈസിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. ബ്രായിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം, സോ ബ്രസ്റ്റ് ഉണ്ടാകും, അതായത് നമുക്ക് പെയിൻ ഉണ്ടാകും, നമുക്ക് ഭയങ്കര ടെൻഡറായിട്ട് ഫീൽ ചെയ്യും, സൈസ് ഡിഫറൻറ്റ് ഉണ്ടാകും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ബട്ട് നെവർ എവർ ഗോ ബ്രാലെസ്. ഒരിക്കലും നിങ്ങൾ ബ്രാലെസ് ആയിട്ട് നടക്കരുത്. ബിക്കോസ് നമ്മളുടെ ബ്രസ്റ്റ് എന്തൊക്കെയാണെങ്കിലും സാഗ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പ്രഗ്നൻസി സമയത്ത് നമ്മൾ നല്ല സപ്പോർട്ടുള്ള ബ്രാ വേണം നമ്മൾ ഇടാൻ വേണ്ടി. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല കോട്ടൺ ബ്രാ, നല്ല റൗണ്ട് സ്റ്റിച്ചൊക്കെ ഉള്ള കോട്ടൺ ബ്രാസ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് പാരഡ് ആയിട്ടുള്ള ബ്രാ, നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടി ചേരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ ടോപ്സിൻ്റെ കൂടെയൊന്നും നമുക്ക് ഇങ്ങനെ നമുക്ക് കോട്ടൺ ബ്രാസ് ഇടാൻ പറ്റത്തില്ലല്ലോ, ഒരു ഭംഗി ഉണ്ടാവില്ല. സോ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന ടൈം അത്രയും നമുക്ക് കോട്ടൺ ബ്രായിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നമ്മുടെ ബ്രസ്റ്റുകൾ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കോട്ടൺ ബ്രാസ്. സോ നിങ്ങളൊരു 3 കോട്ടൺ ബ്രാസും വാങ്ങിക്കുക. ആൻഡ് ഓൾസോ സെറ്റ് ഓഫ് 1 or 2 സെറ്റ് ഓഫ് ന്യൂ നെക്സ്റ്റ് സൈസിൻ്റെ അണ്ടർവെയർസും അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മസ്റ്റ് ഹാവ്. നെക്സ്റ്റ് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സി പിലോ ആണ്. സത്യം എനിക്ക് സി പിലോനെ പറ്റി പറയാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല. ബിക്കോസ് സി പിലോ ഇസ് മൈ ലൈഫ് സേവർ. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ ഉണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ അകത്ത് ഞാൻ സി പിലോനെ പറ്റി ഒരു കുട്ടി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രഗ്നൻസി അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്വിൽറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അകത്ത് നിന്ന് എനിക്ക് സി പില്ലോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സി പില്ലോ എന്ന് വെച്ചാൽ സി ഷേപ്പ് പില്ലോ ആണ്, എസ്പെഷ്യലി ഫോർ പ്രഗ്നൻറ്റ് ലേഡീസിനുള്ളതാണ്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കാലിൻ്റെ ഇടയിൽ ഒരു പില്ലോ, ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ തന്നെ പില്ലോ പാക്ഡ് ആയിട്ടാണ് നമ്മൾ യൂഷ്വലി നമ്മൾ കിടക്കുന്നത്. സോ അതിന് ഒറ്റ പരിഹാരമായിട്ടാണ് ഈ സി പില്ലോ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നോട്ട് അറ്റ് ഓൾ എ പെയ്ഡ് പ്രൊമോഷൻ. എനിക്ക് അവർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ യൂസ് ചെയ്തിട്ട് എനിക്കതില്ലാണ്ട് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റത്തില്ല. അത്രയും സുഖമാണ്. നമ്മുടെ കാലിൻ്റെ ഇടയിലേക്കും നമ്മൾ കിടക്കുന്ന ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര സുഖമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ട്രസ്റ്റ് മീ, ഇറ്റ്സ് അമേസിങ്. പറയാതിരിക്കാൻ പറ്റില്ല, ഇറ്റ്സ് റിയലി അമേസിങ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോട് എൻ്റെ ഒരൊറ്റ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി പില്ലോ വാങ്ങിക്കുക. നിങ്ങളുടെ കുറേ രാത്രി ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മസ്റ്റ് ഹാവ്.
ഓക്കെ, തേർഡ് സാധനം വന്നിട്ട് ഞാൻ എൻ്റെ ആമസോൺ ഹോളിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രാ എക്സ്റ്റൻഡേഴ്സ്. നമ്മൾ ബ്രാ എക്സ്റ്റൻഡേഴ്സ് എന്തുകൊണ്ടും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് 3 പാക്ക് ആയിരുന്നു, എന്തോ 200 രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ആമസോൺ ഹോളിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, ആൻഡ് ഓൾസോ ഒരു ബ്ലാക്ക് ഉണ്ട്. സോ വി ആർ സോർട്ടഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മളുടെ പഴയ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ട് എന്തോ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബ്രാൻഡ് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നിട്ടില്ല, ബ്രാ സൈസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറേ ഒരു തേർഡ് ട്രൈമസ്റ്ററോടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ബ്രാ എക്സ്റ്റൻഡേഴ്സ് വെച്ചിട്ട്. ഇത് ബേസിക്കലി നമ്മളുടെ ബ്രാൻ്റെ ഹുക്കിൻ്റെ അവിടെ ഇത് കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമ്മളുടെ ബ്രാ അത്രയും എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഇപ്പോൾ കപ്പ് സൈസിലൊന്നും ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ ബ്രാ എക്സ്റ്റൻഡേഴ്സ് വാങ്ങിച്ചാൽ മതി. നമുക്ക് പുതിയ ബ്രാൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാശ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ബ്രാ എക്സ്റ്റൻഡേഴ്സ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമുക്ക് ചില ബ്രാസ് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോകുന്നത്. സോ ആ സമയത്തൊക്കെ നമ്മുടെ പഴയ പാരറ്റ് ബ്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം എത്തില്ല, എനിക്ക് എത്തണില്ല. സോ ഈ എക്സ്റ്റൻഡേഴ്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് സൂപ്പറായിട്ട് പോവുകയും ചെയ്യാം. സോ ദിസ് ഇസ് റിയലി നൈസ്. സോ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഇത് പ്രഗ്നൻസി സമയത്ത് ഒരു മസ്റ്റ് ഹാവ് തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ്. ഈവൻ വീട്ടിലിടുന്ന ക്ലോത്ത്സ് ആണെങ്കിലും ആൻഡ് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ക്ലോത്ത്സ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത്. ഒരു 4-5 പുതിയ ഡ്രസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം ഡെഫിനറ്റ്ലി ആയി കഴിഞ്ഞു. ബിക്കോസ് എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഡെനിംസ് ഒന്നും കംഫർട്ടബിൾ അല്ല. ബിക്കോസ് നമ്മുടെ ആ ടമ്മി ഏരിയൻ്റെ അവിടെ ബക്കിളിൽ വരുമ്പോഴത്തേക്കും ഒട്ടും കംഫർട്ടബിൾ അല്ല. സോ ഡെനിംസ് ഞാൻ യൂസ് ചെയ്യാറും കൂടിയില്ല. സ്കേർട്ട് ആണെങ്കിലും സെയിം തിങ് ആണ്, നമുക്ക് അവിടെ ഒരു പിടുത്തം വരുമ്പോഴത്തേക്കും ഒട്ടും കംഫർട്ടബിൾ ആവില്ല. വേണമെങ്കിൽ നമുക്ക് ഇടാം, ഇപ്പോൾ സ്ട്രെച്ചി ആയിട്ടുള്ള സ്കേർട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇടാമെങ്കിലും എനിക്ക് എന്തോ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. സോ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഫ്രോക്കുകളാണ്. ഡ്രസ്സിൽ നമ്മൾ മെറ്റേണിറ്റി ഡ്രസ്സ് എന്ന് തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ആമസോൺ ഹോളിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമൽ ആമസോണിൻ്റെ കാറ്റഗറിയിൽ നിന്ന് വാങ്ങിച്ച കുർത്തി ഡ്രസ്സസ്, മാക്സി ഡ്രസ്സസ് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ യോക്ക് ഏരിയയിൽ നിന്ന് താഴത്തേക്ക് നിറച്ച് ഫ്രിൽസ് വരുന്നിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഈസിലി തേർഡ് ട്രൈമസ്റ്റർ വരെ, നമുക്ക് നമ്മുടെ പ്രഗ്നൻസി വരെ നമുക്ക് ഈസിലി സർവൈവ് ചെയ്യാൻ പറ്റും. ഒരു 4-5 ഡ്രസ്സ് വാങ്ങിച്ചു തന്നാൽ ഇറ്റ്സ് ലൈക്ക് മോർ ദൻ ഇനഫ്. ഞാനിപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും മെജോറിറ്റി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ചുരിദാറൊന്നും ഇട്ടുന്നല്ല വരാറ്. എല്ലാവരും ഡ്രസ്സസ്സാണ് ഇടുന്നത്. ഇങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തി ഡ്രസ്സസ്, മാക്സി ഡ്രസ്സസ്സാണ് ഇടുന്നത്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് 3-4 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ വേറെ ഇപ്പോൾ ആജിയോയിലും മിന്ത്രയിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ തേർഡ് ട്രൈമസ്റ്റർ വരെ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ്. മെറ്റേണിറ്റി വെയർ എന്ന് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ നോർമൽ കാറ്റഗറി പോയിട്ട് കുർത്ത ഡ്രസ്സസും ആൻഡ് ഓൾസോ മാക്സി ഡ്രസ്സസും വാങ്ങിക്കുന്നതാണ്. ഇപ്പോൾ ഡ്രസ്സ് എടുത്ത് കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഒബ്വിയസ്ലി നമ്മുടെ ലെഗിങ്സ് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ സൂപ്പറാവും, നമുക്കൊരു സൂപ്പർ സ്റ്റൈലിഷ് ലുക്കും വരും. ആൻഡ് ഓൾസോ നമുക്കങ്ങനെ സ്ലിറ്റ്സും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആൻഡ് കുറേ ഡ്രസ്സസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 ഡ്രസ്സസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമ്മുടെ പ്രഗ്നൻസി വരെ നമുക്ക് ഈസിലി സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കുർത്തി ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ് മെറ്റേണിറ്റി പാൻസ്. ഇതും ഞാൻ എൻ്റെ ഹോൾ വീഡിയോൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റേണിറ്റി പാൻസ് ഇസ് ഓൾസോ വെരി കംഫർട്ടബിൾ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് കുർത്താസിൻ്റെ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടി, നല്ല കംഫർട്ടബിൾ ആണ്. മെറ്റേണിറ്റി പാൻറ് ഇട്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കണം മാതിരി തോന്നത്തില്ല. ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മെറ്റേണിറ്റി പാൻറ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും മെറ്റേണിറ്റി പാൻറ് യൂസ് ചെയ്യാം. ബിക്കോസ് അത് സ്ട്രെച്ചി ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഡെഫിനറ്റ്ലി നമുക്കതിൽ ആ ഒരു മെറ്റേണിറ്റി പാൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സിനെ പറ്റി സംസാരിക്കണം. നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കുട്ടി പറഞ്ഞിട്ടാണ്, ചേച്ചി വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ സജഷൻ കൂടി പറയാമെന്ന്. സോ ഞാൻ ബേസിക്കലി ഇടുന്നത് നല്ല വലിഞ്ഞ സ്കേർട്ടില്ലേ, നമ്മൾ പിടുത്തമില്ലാണ്ട് നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ വലിഞ്ഞ സ്കേർട്ട്, അതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ്. അതും ടീഷർട്സുമാണ്. ഞാൻ ഇത്തിരി നീളമുള്ള ടീഷർട്സാണ് ഞാൻ യൂഷ്വലി ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ യോഗ പാൻസ് എന്ന് പറയത്തില്ലേ, ഇപ്പം ലെഗിങ്സ് മാതിരി തന്നെ ഇരിക്കും, പക്ഷേ തിക്ക് ബാൻഡ് അല്ലായിരിക്കും അതിൻ്റെ മേലെ. അപ്പോൾ അതും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പാൻറ്റുകളും അത് ലെഗിങ്സ് പോലത്തെ സംഭവങ്ങളും ടോപ്സും ആണ് ഞാൻ ഡേ ടൈമിൽ പ്രിഫർ ചെയ്യണത്. പിന്നെ ഇങ്ങനെ വലിഞ്ഞ സ്കേർട്ടും. പിന്നെ നൈറ്റ് ടൈമിലാണെങ്കിൽ എനിക്ക് നൈറ്റീസാണ് ഇഷ്ടം. നൈറ്റി ആണ് കംഫർട്ടബിൾ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഡേ ടൈമിൽ ഇട്ട് നടന്നാലും ഞാൻ രാത്രി ആകുമ്പോഴത്തേക്കും നൈറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യും. ബിക്കോസ് നൈറ്റി ഭയങ്കര സുഖമാണ്.
സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സംഭവം. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന സംഭവം എന്ന് വെച്ചാൽ കുറേ പേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. ഐ തിങ്ക് എസ്പെഷ്യലി സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ സമയത്തുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ഈ ബ്രാ സ്ലിപ്പ് ഇൻ പാഡ്സ്. ഇത് ഞാൻ പുതിയത് എക്സ്ട്രാ വാങ്ങിച്ചൊന്നുമല്ല. നമ്മുടെ ഈ സ്പോർട്സ് ബ്രാൻഡ് അകത്തുനിന്നോ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കപ്സ് ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് ഊരെടുക്കാൻ വേണ്ടി പറ്റിയ സംഭവമാണ് ഈ സ്ലിപ്പ് ഇൻ പാഡ്സ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിപ്പിൾസൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ എന്താ വല്ലാണ്ട് ഇപ്പം നമ്മൾ പാരഡ് ബ്രാ അല്ലാത്ത നോർമൽ പ്ലെയിൻ ബ്രാസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അത് വിസിബിൾ ആയിട്ട് വല്ലാണ്ട് എടുത്ത് നിൽക്കണം മാതിരി തോന്നും. സോ അത് ഭയങ്കര വൃത്തികേടായിട്ടുള്ള ഒരു ലുക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റ സെയിം ലൈക്ക് സോളിഡ് കളേഴ്സ്, ഇപ്പോൾ ഞാൻ ഇട്ടേക്കണം മാതിരി സോളിഡ് കളേഴ്സ് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു മര്യാദയ്ക്ക് നമ്മളുടെ ഒരു വല്ലാത്തൊരു വൃത്തിയുടെ ലുക്കാണ്. സോ യു ക്യാൻ സ്ലിപ്പിൻ ഈ പാഡ്സ് നമ്മളുടെ ബ്രാൻഡിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ നമുക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബിക്കോസ് ചില സമയത്തൊക്കെ നമ്മൾ ടോപ്സൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കുർത്തിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ ഉദ്ദേശിക്കണേന്ന്. അപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കാറുണ്ട്. സോ ആ സമയത്ത് നമ്മളുടെ ബ്രാൻഡിൻ്റെ ഉള്ളിലേക്ക് ഈ 2 പാഡ്സ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം സോൾവ്. ഞാനിപ്പോൾ പറയുന്നത് സിവാമ എന്നുള്ള നമ്മുടെ മിനിമൈസർ ബ്രാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഈ ഒരു പ്രശ്നം വരും. നമുക്ക് ഈ നിപ്പിൾസ് ഇങ്ങനെ എടുത്ത് കാണുന്ന മാതിരി തോന്നും. സോ അതിനൊക്കെ സൂപ്പർ സൊല്യൂഷനാണ് ഈ ഒരു പഴയ സ്പോർട്സ് ബ്രാൻഡിൻ്റെ ഉള്ളിലത്തെ സ്ലിപ്പ് ഇൻ പാഡ്സ്. സോ പൊളിയല്ലേ. നെക്സ്റ്റ് സംഭവം വന്നിട്ട് ബയോ ഓയിലാണ്. ബയോ ഓയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. പൊതുവേ ബയോ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുകൾ റെഡ്യൂസ് ആക്കാനും വിസിബിലിറ്റി കുറയ്ക്കാനും വേണ്ടിയാണ് ബയോ ഓയിൽ യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ആകെ ഞാനൊരു 7th month ഒക്കെ ആയപ്പോൾ മുതൽ കുഴമ്പിട്ട് നന്നായിട്ട് നമ്മുടെ വയറിലൊക്കെ മസാജ് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കും എന്നല്ലാണ്ട് ഞാൻ ബയോ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ഇത് എല്ലാവരും പ്രഗ്നൻസി മസ്റ്റ് ഹാവ്സിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന സാധനമാണ് ബയോ ഓയിൽ. അതുകൊണ്ടാണ് ഞാനും ട്രൈ ചെയ്യണത്. ഞാനും അങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2-3 പ്രാവശ്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ചില ദിവസം മറന്നു പോകും. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഒബ്വിയസ്ലി ഒരു ദിവസം യൂസ് ചെയ്യാറുണ്ട്, അല്ലാണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ സ്ട്രെച്ച് മാർക്സിനെ പറ്റി വറീഡാണ്, സ്ട്രെച്ച് മാർക്സ് വരുമോ എന്നുള്ള പേടി അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു ബയോ ഓയിലിൻ്റെ സ്ട്രെച്ച് മാർക്സിൻ്റെ ഈ ഒരു ബയോ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറെ പല ബ്രാൻഡ്സിലും ബയോ ഓയിൽ അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ലൈക്ക് മോംസ്കോലൊക്കെ അവൈലബിൾ ആണ്. സോ ഞാനൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഐ ആം ലൈക്ക് ലീസ്റ്റ് കൺസേൺഡ് അബൌട്ട് സ്ട്രെച്ച് മാർക്സ്. എനിക്കങ്ങനെ സ്ട്രെച്ച് മാർക്സ് വന്നാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഇതൊക്കെ ഞാനൊരു ഭയങ്കര പ്രൗഡ്ലി ഫ്ലോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിരുന്നു. ഐ കംപ്ലീറ്റ്ലി ഡോണ്ട് കെയർ. അതാണ് സത്യം പറഞ്ഞാൽ. എനിക്കങ്ങനെ ഞാനൊരു സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ ആളാണ്. എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ടൈപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വലിയ കെയറേജില്ല. സ്ട്രെച്ച് മാർക്സ് വന്നെങ്കിൽ കൂടി ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ബിക്കോസ് എനിക്കൊരു ഹാപ്പി ഫീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി മാർക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉള്ള സ്ട്രെച്ച് മാർക്സ് അങ്ങനെ കളയാനും നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു റിയലി കെയർ അബൌട്ട് അല്ലെങ്കിൽ റിയലി വറി അബൌട്ട് സ്ട്രെച്ച് മാർക്സ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ദിസ് വൺ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രഗ്നൻസി മസ്റ്റ് ഹാവ്സിൻ്റെ അകത്ത് ഞാൻ ബയോ ഓയിൽ ആഡ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും വൈറ്റ് ഡിസ്ചാർജോ അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ചാർജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് പിന്നെ നമ്മൾ ഒരു തേർഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ച് യൂറിനൊക്കെ പാസ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ആ സമയത്ത് നമ്മുടെ ഹെൽപ്പിന് വരുന്ന ഒരു അടിപൊളി സാധനം എന്ന് വെച്ചാൽ പാൻറ്റി ലൈനേഴ്സ് അല്ലേ. പാൻറ്റി ലൈനേഴ്സ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പാൻറ്റി ലൈനേഴ്സ് വാങ്ങിച്ചാൽ മതി. സോ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ലീക്ക് വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വന്ന പ്രോബ്ലം ആവുമോ അങ്ങനത്തെ പ്രശ്നങ്ങളിനെ പറ്റിയൊന്നും വറീഡ് ആവേണ്ട ആവശ്യമേ ഇല്ല പാൻറ്റി ലൈനേഴ്സ് ഉണ്ടെങ്കിൽ. സോ അതും ഒരു മസ്റ്റ് ഹാവ്സ് ആണ്. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ പാൻറ്റി ലൈനേഴ്സ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ കേസിലാണെങ്കിൽ എനിക്ക് പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്തേനെ. സോ ഫാർ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതും ഒരു മസ്റ്റ് ഹാവ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഡിസ്ചാർജ് പ്രശ്നങ്ങൾ അങ്ങനത്തെ ലീക്കിംഗ് ബ്ലീഡിങ് പ്രോബ്ലം സ്പോട്ടിംഗ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പാൻറ്റി ലൈനേഴ്സ് ഹാൻഡി ആക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഈ ഒരു മസ്റ്റ് ഹാവ്സിൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തത്.
ഇനി ഞാൻ പറയാൻ വേണ്ടി പോണ സംഭവം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു നമ്മളുടെ പ്രഗ്നൻസി ടൈമിലുള്ള മൾട്ടി വിറ്റമിൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്കും നമ്മൾ ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി പാടില്ല ഡ്യൂറിങ് പ്രഗ്നൻസി. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നല്ലോണം വെള്ളം ഒരു 2 to 3 liters ഓഫ് വെള്ളം എല്ലാ ദിവസവും നമ്മൾ കുടിച്ചേ പറ്റുള്ളൂ. എന്നാലും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുള്ളൂ. പിന്നെ മൾട്ടി വിറ്റമിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഫസ്റ്റ് 3 months ഡെഫിനറ്റ്ലി നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കും. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് നമ്മൾ കഴിക്കുന്നതാണ് കാൽഷ്യം ആൻഡ് അയൺ. സോ അതൊന്നും നമ്മൾ ഒരിക്കലും മുടക്കരുത്. അതൊക്കെ മസ്റ്റ് ഹാവ്സ് തന്നെയാണ്. അതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. അതൊക്കെ നമ്മളുടെ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 4th month സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും മറന്നു പോയായിരുന്നു ഈ ഒരു അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പിന്നെ അങ്ങോട്ട് കടക്കും തോറും അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് പ്രഗ്നൻസി ഒക്കെ നമുക്ക് ഭയങ്കര ക്ഷീണങ്ങളും ബ്ലഡിൻ്റെ രക്തക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ പല്ലിനെയൊക്കെ നമ്മൾ കാൽഷ്യം കഴിച്ചില്ലെങ്കിൽ ശരിക്കും ബാധിക്കും. കാൽഷ്യം ബിക്കോസ് നമ്മളുടെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളുടെ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെയാണ് കാൽഷ്യം എടുക്കുന്നത്. സോ ആ സമയത്ത് നമ്മളുടെ ബോഡിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം വിറ്റമിൻസ് നമ്മൾ മൾട്ടി വിറ്റമിൻസ് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പല്ല് കടായി പോകാനും ബെല്ലിന് ആരോഗ്യക്കുറവൊക്കെ വരും. സോ അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല. ബട്ട് നമുക്ക് പോകെ നമുക്കത് ഭയങ്കര ക്ഷീണങ്ങളും ബ്ലഡ് പ്രശ്നങ്ങളും അങ്ങനത്തെ രക്തക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ മൾട്ടി വിറ്റമിൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ കാൽഷ്യം ആൻഡ് അയൺ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. മറന്നു പോകുന്നവരാണെങ്കിൽ എന്നെപ്പോലെ റിമൈൻഡർ വെച്ച് കഴിക്കുക. ഞാൻ എൻ്റെ ഫോണിൽ റിമൈൻഡർ വെച്ചേക്കാണ് മൾട്ടി വിറ്റമിൻസിന് വേണ്ടി. പിന്നെ വെള്ളം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് മസ്റ്റ് ഹാവ്. ഇനി അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് പാഡ്സ് അല്ലെങ്കിൽ വാട്ടർ ബാഗ് ഉണ്ടല്ലോ. അത് മോസ്റ്റ്ലി നമുക്കൊരു 3rd trimester തൊട്ട് അല്ലെങ്കിൽ 6th month തൊട്ടാണ് നമുക്കത് യൂസ് വരുള്ളൂ. ബിക്കോസ് ചില ആൾക്കാർക്ക് വല്ലാത്ത ബാക്ക് പെയിൻ ഉണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സോ നമുക്കൊരു വാട്ടർ ബാഗ് ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് നമുക്ക് നല്ല ചൂടൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് എടുക്കും. ഐ തിങ്ക് ചൂട് പിടിക്കണമെന്ന് വലിയ പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമല്ല. സോ നമുക്ക് ചൂട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. നമ്മൾ കുറേ നേരം ഇരുന്നുള്ള വർക്കൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വേദന എടുക്കും. ബിക്കോസ് എനിക്ക് നല്ല വേദന എടുക്കാറുണ്ട്. ഇങ്ങനെ 2-3 വീഡിയോ ഒക്കെ ഞാൻ ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പൊളിയാറുണ്ട്. സോ ആ സമയത്ത് നമ്മൾ നല്ലൊരു വാട്ടർ ബാഗിൽ നല്ല ചൂടുകളൊക്കെ വെച്ചിട്ട് നല്ല ചൂട് പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സോ എന്തുകൊണ്ടും അത് പ്രഗ്നൻസിയിൽ ഒരു മസ്റ്റ് ഹാവ് എന്ന് പറയാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല കേട്ടോ. ലാസ്റ്റ് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സൂതിങ് സോങ്സ് ആണ്. നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെറ്റേണിറ്റി ടൈമിൽ കേൾക്കാൻ വേണ്ടിയുള്ള സൂതിങ് ആയിട്ടുള്ള പാട്ടുകൾ, ഡിവോഷണൽ സോങ്സ്, റിലീജിയസ് സോങ്സ് എല്ലാം തന്നെ ഉണ്ട്. ഒത്തിരി പ്രേയേഴ്സ് ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഞാൻ ഐ തിങ്ക് ഒരു 4th month ഒക്കെ ആയപ്പോഴാണ് ഞാനത് കണ്ടുപിടിച്ചത്. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഗർഭരക്ഷാമന്ത്രം അങ്ങനെ ഗർഭ സമയത്ത് നമ്മൾ കേൾക്കേണ്ടിയുള്ള ഭജൻസ് അതൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി കേൾക്കുമായിരുന്നു. ഗർഭ അഷ്ടോത്തരി ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2ാമത്തെ പ്രഗ്നൻസി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് എനിക്ക് കുറേ ഫ്രീ ടൈംസ് ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് ഞാൻ വളരെ ബിസി ആയതുകൊണ്ട് നമ്മൾ എന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനകളൊക്കെ വെച്ച് അങ്ങനത്തെ ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുമെങ്കിലും ഗർഭരക്ഷ കവചം, ഗർഭരക്ഷ മന്ത്രം, ഗർഭരക്ഷ ഭജനാസ് ഒന്നും ഞാൻ ഇപ്പോൾ കേട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. ബട്ട് ഹോപ്പ്ഫുള്ളി ഒരു 5th month സ്റ്റാർട്ടിങ്ങോടെ കേട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ബിക്കോസ് ഓൾറെഡി നമ്മളുടെ വയറ്റിലുള്ള കുഞ്ഞ് നമ്മൾ പറയുന്നത് കാര്യങ്ങളൊക്കെ കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അതിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. അപ്പോൾ ഉണ്ണിക്കുട്ടിക്ക് ഞാൻ അതെല്ലാം കേൾക്കുമായിരുന്നു, ഡിവോഷണൽ സോങ്സും കാര്യങ്ങളൊക്കെ. സോ അത് നമുക്ക് ഭയങ്കര നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മളാണെങ്കിലും നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിവോഷണൽ സോങ്സും പ്രേയേഴ്സും മന്ത്രംസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 10 pregnancy must haves during 2nd trimester. സോ ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസി മസ്റ്റ് ഹാവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ലിസ്റ്റിൻ്റെ അകത്ത് വിട്ടുപോയ എന്തെങ്കിലും എന്താ പറയുക മസ്റ്റ് ഹാവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ പ്രഗ്നൻസീനെ ഈസി ആക്കി, പ്രഗ്നൻസി ടൈമിനെ ഈസി ആക്കിയതും നിങ്ങൾക്ക് പേഴ്സണലി മസ്റ്റ് ഹാവ് എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കുറച്ച് സംഭവങ്ങളുണ്ടാവും. സോ അതെന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട. ഡെഫിനറ്റ്ലി അത് ബാക്കിയുള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ 10 days ഓഫ് വീഡിയോസിൻ്റെ 8th ഡേയിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.